നമ്മളെ വണ്ടീൻ്റെ പണി പറഞ്ഞാൽ തുടങ്ങിയിട്ടൊന്നുമില്ല മതിയാക്കി. അപ്പോൾ ടാങ്കൊക്കെ പെയിൻ്റ് അടിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഷോക്ക് ആബ്സർ എന്താ പറയുക, ഗ്യാസ് അടിച്ചാൽ ഗ്യാസ് നിറച്ചാൽ എന്ന് പറഞ്ഞാൽ റെഡി ആവുമെന്നാണ് ചിലവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പം കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഗ്യാസ് നിറച്ച് നോക്കാൻ. അപ്പോൾ അതൊന്ന് അന്വേഷിച്ച് നോക്കണം. പിന്നെ ബാറ്ററി മാറ്റുകയും ചെയ്യണം കേട്ടോ. ബാറ്ററി ചാർജ് ചെയ്തിട്ട് കിട്ടുന്നില്ല, വണ്ടി കുറേ നിർത്തി വെച്ചിട്ടേ. നമ്മളെ ടാങ്ക് ഇതാ അവിടെ പെയിൻ്റ് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെയുള്ള മറ്റേ പൾസറിന് എഴുതിയ ആ സ്റ്റിക്കർ ഒട്ടിക്കണം. പിന്നെ ഇതിൽ വരുന്ന സ്റ്റിക്കർ വർക്കിങ്ങും ചെയ്യണം കേട്ടോ. ടാങ്ക് പെയിൻ്റ് അടിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു 1000 രൂപേൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ. പെയിൻ്റ് അടിച്ച് കിട്ടാൻ ഈ 2 ചിറകും ടാങ്കും കൂടി അടിച്ചത് 1000 രൂപ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ അതിലുണ്ടായ ബാറ്ററി കേട്ടോ, വണ്ടിയിലുണ്ടായിരുന്ന ബാറ്ററിയാണ്. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യണം. ഇത് പറഞ്ഞാൽ ചാർജ് നിൽക്കുന്നില്ല, ചാർജ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാർജ് നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ ബാറ്ററി എന്തായാലും മാറ്റണം കേട്ടോ. എനിക്ക് വരുന്ന പണി പറഞ്ഞാൽ ഇപ്പോൾ ഈ സ്വിച്ചുകൾ മാറ്റണം. ഇവിടെ ഇത് പോയി കിടക്കുകയാണ്. അപ്പോൾ ഈ സ്വിച്ചുകൾ മാറ്റണം. ഈ ഭാഗത്തുള്ളതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വയറിംഗ് ഒന്ന് നോക്കാൻ വേണം. എവിടെയെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വയറിംഗ് ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ വേറെ വണ്ടിക്ക് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ടൈമിംഗ് ചെയിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. വേറെ ഒരു കുഴപ്പവും എഞ്ചിൻ സംബന്ധമായിട്ട് വരുന്നില്ല കേട്ടോ. പിന്നെ വണ്ടീൻ്റെ പാർട്സൊക്കെ അവിടെ ഊരി ഇട്ടിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ നമുക്ക് ഇനി ക്ലീനാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ മഴയൊന്ന് കുറഞ്ഞ് കിട്ടിയാലൊന്ന് എടുത്ത് ക്ലീനാക്കാമെന്ന് വിചാരിച്ചാട്ടോ. ഇതിൻ്റെ പണി കഴിഞ്ഞാൽ അതിൻ്റെ പണിയാട്ടോ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ പണി പറഞ്ഞാൽ പെയിൻ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ച റെഡല്ല കിട്ടിയത്, പോളോ റെഡ് അതിന് വിചാരിച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റെഡല്ല കേട്ടോ അടിച്ച ഒരു ചെറിയൊരു കുത്തല പോയിരുന്നുള്ള റെഡാട്ടോ. അത് മാറ്റി അടിക്കണം ഇനി. അതിപ്പോൾ 2 കൊല്ലമായി, ഏകദേശം 2 കൊല്ലമായി ഈ കളറിൽ ഓടുന്നിട്ടോ വണ്ടി. അപ്പോൾ അടുത്ത് കുറച്ചും കൂടി ലൈറ്റ് റെഡായിട്ട് അടിക്കാനാണ് വിചാരിക്കണേ. അല്ലെങ്കിൽ വേറെ ഏതോ കളർ അടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മളെ കാർബേറ്റർ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. കാർബേറ്റർ അതിൻ്റെ ഉള്ളിലാണുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ സൈഡ് കവറും പിന്നെ ബാക്ക് കവറും ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം. വലിയ കുഴപ്പമൊന്നുമില്ല അതിന്. പിന്നെ നമ്മളെ സീറ്റ് കവർ ഒന്ന് അടിക്കണം കേട്ടോ. സീറ്റൊക്കെ കൂടി നാശമായി കിടക്കുകയാണ്, അതൊന്ന് അടിച്ചു കിട്ടണം. മീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്ന് നന്നായി എടുക്കണം. എന്താ പറയുക, എവിടെയൊക്കെ ഇൻസ്റ്റയിലൊക്കെ കാണല്ലോ കേട്ടോ, മറ്റേ മീറ്റർ നന്നാക്കി എടുത്തിരുന്നത്. അതിപ്പോൾ വെയിലത്തൊക്കെ വെച്ചിട്ട് മറ്റേ ഡിസ്പ്ലേ പോയി കിടക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നാക്കി എടുക്കാൻ കഴിയുമോ നോക്കണം. അല്ലെങ്കിൽ മീറ്റർ ഒന്ന് ചേഞ്ച് ചെയ്യണം കേട്ടോ. ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബൈ.